ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഞാൻ ഉമ്മു അതിയ. പരിശുദ്ധ ഖുർആനിലെ 27-ാം ജുസ് 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിലെ ആവർത്തിച്ചു വരുന്ന ഒരായത്തിനെ തദബ്ബുർ ചെയ്ത് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ സൂറത്ത് മക്കയിലാണ് അവതരിച്ചത്. ഇതിന് 78 വചനങ്ങളും 3 വിഭാഗങ്ങളുമുണ്ട്. 1-ാം വിഭാഗത്തിലെ 13-ാമത്തെ ആയത്ത് മുതൽ ഈ ആയത്ത് ആവർത്തിച്ച് ഇതിൽ വന്നിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഇതിൽ ശ്രോതാക്കൾക്കും പാരായണം ചെയ്യുന്നവർക്കും രോമാഞ്ചവും ശ്രവണസുഖവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സൂറത്തിന് വേറെ ചില പ്രത്യേകതകളുണ്ട്. പാരായണ ഭംഗി, ആസ്വാദന രസം. ഇതിന് അറൂസുൽ ഖുർആൻ എന്ന ബഹുമതി പേരും കൂടിയുണ്ട്. ഖുർആനിൻ്റെ നവവധു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ എന്നുള്ള ചോദ്യം അള്ളാഹു ഭൂമിയിലെ ബുദ്ധിവർഗമായ മനുഷ്യരോടും ജിന്നുകളെയും അഭിമുഖീകരിച്ചു കൊണ്ട് ചോദിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ഇരുകൂട്ടരുടെയും റബ്ബിൻ്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ഏതാണ് നിങ്ങൾ വ്യാജമാക്കുന്നത്? അതിന് മറുപടിയായിട്ട് ജിന്നുകൾ പറയുന്നത് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ലാ ബിശൈഇൻ ബിനിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദു. തുർമുദി, ജരീർ എന്നിവർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ തന്ന അനുഗ്രഹത്തിൽ നിന്ന് യാതൊന്നും തന്നെ ഞങ്ങൾ വ്യാജമാക്കുന്നില്ല. അപ്പോൾ നിനക്കാണ് സർവസ്തുതിയും. ഈ ആയത്തുകൾ മനുഷ്യവർഗത്തിന് സുജൂദ് ചെയ്തുകൊണ്ട് 31 പ്രാവശ്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുവാനുള്ള പ്രേരണയാണ് നമുക്ക് നൽകുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നാം എപ്പോഴും ഓർമ്മിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ വായു, വെള്ളം, ഭക്ഷണം എന്നിവ അതിന് ഉദാഹരണമാണ്. ഈ ഭൂലോകത്തുള്ള ഒന്നിനും തന്നെ ഒരു വിരൽ അനക്കാൻ പോലും അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല. ദൈവ നിഷേധികളാണെങ്കിലും ശരി, അവർക്കും അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പങ്കിടാം. ഞാൻ നല്ല സുഖമായി ഉറങ്ങുന്ന ഒരു രാത്രി, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സർവീസിലായിരിക്കെ ഒരു പുലർച്ച സമയത്ത് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റു. എനിക്ക് ശരീരത്തിന് കുറേ പ്രയാസങ്ങൾ. ഇടത് കൈയിൻ്റെ 2 വിരലും സ്വാധീനക്കുറവ്, വിരൽ മാത്രം. അതുപോലെ ഇടത് കാലും എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്ത വിധം. അതുപോലെ എനിക്ക് സംസാരിക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ ആകെ ബേജാറായി, ഞാനും എൻ്റെ ഭർത്താവും. പിറ്റേ ദിവസം ഡോക്ടറെ കാണിച്ചു. അപ്പോൾ സ്ട്രോക്കാണ് എന്ന് നിജപ്പെടുത്തി ഡോക്ടർ. അങ്ങനെ ഒരാഴ്ചയോളം ഞാൻ ഇരുന്ന് നമസ്കരിച്ചു കൊണ്ടും ഓർമ്മക്കുറവ് കുറേശ്ശെ ഉണ്ടായിരുന്നു. 10 ആളുകൾ വന്നാൽ 5 ആളുകളെ എനിക്ക് ഓർമ്മ വന്നിട്ടുള്ളൂ. സ്കൂളിൽ നിന്നും അധ്യാപകരൊക്കെ വന്നപ്പോൾ 5 ആളുകളുടെ പേര് പറയാൻ സാധിച്ചു. ഡോക്ടർ പറഞ്ഞു, അതൊക്കെ പിന്നെ ശരിയായി വരും, ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ICUവിലേക്ക് എത്തിച്ചിട്ടില്ലല്ലോ പടച്ചോൻ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു റബ്ബേ. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ നിന്ന് നമസ്കരിച്ചു, അൽഹംദുലില്ലാ. ഇതാണ് പറയുന്നത്. ഈ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊന്നുമല്ല. എൻ്റെ ഓരോ അവയവവും ചലിപ്പിക്കാൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ നാം എല്ലാം തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് സദാ അവന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അത് ആരാധനകളിലൂടെയാവട്ടെ, പ്രാർത്ഥനയിലൂടെയാവട്ടെ, സുജൂദ് ചെയ്തുകൊണ്ടാവട്ടെ, നമ്മളത് നിർവഹിച്ചു കൊണ്ടേയിരിക്കണം. വൈൻ ശകർത്തും ലഅസീദന്നകും വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്.
അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എൻ്റെ കഠിനമായ ശിക്ഷയ്ക്ക് നിങ്ങൾ വിധേയരാകും. റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിന്റെ റബ്ബ് നിനക്ക് തന്ന അനുഗ്രഹങ്ങളെ നീ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ നീ സന്തുഷ്ടനായിക്കൊണ്ടിരിക്കണം. അത് മൂടി വെക്കരുത്. മനുഷ്യന് വല്ല നന്മയും ബാധിച്ചാൽ അവൻ അത് മൂടി വെക്കുകയും തിന്മ ബാധിച്ചാൽ അവൻ വെപ്രാളപ്പെട്ട് ഓടുകയും ചെയ്യും. അതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നാം എപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ അള്ളാഹു നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. സ്വർഗവാസികളോട് അള്ളാഹു വാഗ്ദത്തം ചെയ്യുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടി. അപ്പോൾ അതിനേക്കാൾ വർദ്ധിച്ചു വരുന്ന ഒരു സൗഭാഗ്യം ഞാൻ നിങ്ങൾക്ക് നൽകും. അത് എന്നെ നേരിൽ കാണുക എന്നുള്ളതാണ്. നമ്മയെല്ലാം അള്ളാഹു അവൻ്റെ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ അവൻ അനുഗ്രഹിച്ച, അവനെ നേരിൽ കാണാനുള്ള അനുഗ്രഹീതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.